ബേസി ദ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പട്ടോങ്ങിലെ ഒരു നൈറ്റ് മാർക്കറ്റിലാണ്. അക്വേറിയം പോലെ കൂടുണ്ടാക്കി ജീവനുള്ള മത്സ്യങ്ങളെയാണ് ഇട്ടിരിക്കുന്നത്. ആവശ്യാനുസരണം പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ പച്ചക്കറി വിഭാഗമാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇലക്കറികൾ ഇവിടെ ധാരാളമായി ഉണ്ട്. വ്യത്യസ്തമായ പച്ചക്കറികളും കാണാം. ഇതാണ് ദുരിയൻ ഫ്രൂട്ട്സ്. ഇതിന് ഭയങ്കര സ്മെല്ലാണ്. അതുകൊണ്ട് ഇത് ഹോട്ടലിൽ കയറ്റാൻ സമ്മതിക്കുകയില്ല. ഈ ഭാഗത്ത് പല ടൈപ്പുള്ള പഴവർഗ്ഗങ്ങളെ കാണാം. നമ്മുടെ റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ധാരാളമുണ്ട്. വലിപ്പം കൂടിയ മാങ്ങപ്പഴങ്ങളും ഇവിടെ ധാരാളമുണ്ട്. പൈനാപ്പിളും തണ്ണിമത്തനും ഇവിടെ കാണാൻ പറ്റും. ഉണക്ക മത്സ്യങ്ങളെ വിൽക്കുന്ന ഒരു സ്റ്റാളാണിത്. മത്സ്യങ്ങളെല്ലാം പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള മത്സ്യങ്ങളെ കാണാം. ചെറുതും വലുതുമായ മത്സ്യങ്ങളെ ഉണക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. എല്ലാ ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങൾ തന്നെ. ഒന്നിൻ്റെ പേര് നമുക്കറിയില്ല. എല്ലാം കവറിൽ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പുളികൾ പോലെ പുളികളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സിന്റെ കട ധാരാളമുണ്ട്. അത് പിന്നിട്ട് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. വാഴപ്പഴം ഇവിടെ ഇരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം അമ്പലത്തിലെ എന്തോ പൂജാ വസ്തുക്കൾ തന്നെയാണ്. ക്ഷേത്രത്തിലേക്ക് വേണ്ട അലങ്കാര വസ്തുക്കളും മാലകളും ഇവിടെ കാണാം. ഈ ഭാഗത്ത് ഫ്ലവേഴ്സിൻ്റെ ഷോപ്പാണ്. ധാരാളം പല വെറൈറ്റിയുള്ള ഫ്ലവേഴ്സ് ഇവിടെ കാണാം.
പാതി ഷോപ്പുകൾ അടച്ചു തുടങ്ങി. സമയം 8 മണിയായി. ഇവിടുത്തെ ഒരു പലചരക്ക് കടയാണിത്. പലതരത്തിലുള്ള അരികളും ധാന്യങ്ങളും കാണാൻ പറ്റുന്നതാണ്. എല്ലാ കടയിലും ഉണക്ക മത്സ്യങ്ങളെ കാണാൻ പറ്റും. തൂക്കിയാണ് ഇട്ടിരിക്കുന്നത്. കറികൾക്ക് വേണ്ട ഇലക്കൂട്ടുകളും ഇവിടെ തന്നെ ലഭിക്കും. മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. പുറത്തെ ഫുഡ് സ്ട്രീറ്റിൽ ആളുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. മേശകളെല്ലാം കാലിയാണ്. സജീവമാവുന്നതേ ഉള്ളൂ. പുറത്ത് ഭക്ഷണപ്രിയർ കാത്ത് ഫ്രഷായിട്ടിരിക്കുന്ന മത്സ്യങ്ങൾ. ഇതെല്ലാം ഓർഡർ അനുസരിച്ച് അപ്പോൾ തന്നെ പാചകം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങൾ തന്നെയാണ്. ഐസിട്ട് വച്ചിരിക്കുകയാണ്. നൂഡിൽസ് ഉണ്ടാക്കാൻ പാകത്തിന് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. മത്സ്യങ്ങളെ പല ഭാഗത്തായി കാണാൻ പറ്റും. ചെറിയ മത്സ്യങ്ങളായ കൊഞ്ചെല്ലാം മിക്കവാറും ബാർബിക്യൂ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടമുള്ള മത്സ്യങ്ങളെ അത്രയും നമുക്ക് അവിടെ തൂക്കി വാങ്ങിച്ച് പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ്. മത്സ്യ മാർക്കറ്റാണ് ഇവിടെ കൂടുതലായി കാണാൻ പറ്റുന്നത്. എല്ലായിടത്തും ധാരാളം മത്സ്യങ്ങളുമുണ്ട്. ഈ ഭാഗത്ത് പല ടൈപ്പുള്ള സീഡ്സിൻ്റെ കടയാണ്. പല വെറൈറ്റിയുള്ള ചിക്കൻ വിഭവങ്ങൾ ഇവിടെ റെഡിയാണ്.
ചിക്കൻ്റെ കാലുകൾ വരെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ടൈപ്പുള്ള ബാർബിക്യൂവിന് വേണ്ടി എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. എല്ലാം കമ്പിൽ കോർത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആവശ്യാനുസരണം എടുത്ത് ബാർബിക്യൂ ചെയ്താൽ മാത്രം മതി. കൂന്തൽ വെച്ചുണ്ടാക്കിയ പല വിഭവങ്ങളാണ് കാണുന്നത്. എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി തന്നെയുണ്ട്. നീരാളികളെ ഫ്രഷാക്കി കമ്പിൽ കോർത്ത് വെച്ചിരിക്കുകയാണ്. ഇതും ബാർബിക്യൂവിന് വേണ്ടി തന്നെ. പല ടൈപ്പുള്ള പാനീയങ്ങളുടെ ഷോപ്പാണിത്. ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസും ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ യഥാ മീനുകളെല്ലാം പാചകം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ വിലയും ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ക്രൊക്കഡൈൽ ഇറച്ചിയാണ്. അതും ബാർബിക്യൂവിന് വേണ്ടിയാണ് റെഡി ആയിരിക്കുന്നത്. 50 ബാത്താണ് ഒരു കമ്പിന്റെ വില. ഇവിടുത്തെ കറികൾക്ക് മസാല ഉപയോഗം കുറവാണെങ്കിലും സോസേജ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് എല്ലാ കറികൾക്കും നല്ല മധുരമായിരിക്കും. സോസേജ് കുളിച്ചു നിൽക്കുന്ന മീറ്റ് വിഭവമാണ് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്ത് ഫ്രഷ് ജ്യൂസുകൾ ധാരാളമുണ്ട്. മാതള നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും ജ്യൂസുകൾ ഇവിടെ നല്ല ചിലവുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി ഞങ്ങൾ റോഡിലേക്ക് നടന്നു. റോട്ടിൽ വാഹനത്തിരക്ക് കൂടി വരുന്നതേ ഉള്ളൂ. രാത്രി 9 മണിക്ക് ശേഷമാണ് ഇവിടെ എല്ലാം സജീവമാകുകയുള്ളൂ. പല ടൂർ ഓപ്പറേറ്റർമാരുടെയും ബുക്കിംഗ് ഓഫീസുകൾ അവിടെ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. രാത്രിയിലും ബസ്സുകളിൽ നിറയെ ആളുകൾ തന്നെയുണ്ട്. പല ഭാഗത്തുനിന്ന് വന്നു പോണവരും വരുന്നവരും എല്ലാം ഇവിടെ കാണാം.
മെയിൻ സിറ്റിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഹോട്ടൽ ഇരിക്കുന്നത്. ഇന്നും കൂടിയാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്. നാളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് പോകണം. അവിടുന്ന് മലേഷ്യ വഴിയാണ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. ഈ തവണ ഞങ്ങൾ മലേഷ്യൻ എയർലൈൻസാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഫ്ലൈറ്റിൽ ഫുഡും ഉണ്ട്. ഞങ്ങൾ ഫുക്കറ്റ് എയർപോർട്ടിൽ ചെന്നു. ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ ലോഞ്ചിലാണ് ഇപ്പോൾ ഞങ്ങൾ. കടലിനോട് ചേർന്നാണ് ഫുക്കറ്റ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല കാറ്റും മഴയും ഉണ്ട്. ലോഞ്ച് ആക്സസ് ഉള്ള എല്ലാ ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർനാഷണൽ ലോഞ്ചിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. ഇൻ്റർനാഷണൽ ലോഞ്ചിൽ നമുക്ക് വേണ്ടി പ്രയോറിറ്റി പാസും ബാങ്കുകൾ അലോട്ട് ചെയ്യും. ആ പ്രയോറിറ്റി പാസ്സാണ് കാണിക്കേണ്ടത്. ലോഞ്ചിൽ അൺലിമിറ്റഡ് ഫുഡും ബൊഫേ സിസ്റ്റമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലോഞ്ചിൽ പൊതുവെ തിരക്ക് കുറച്ച് കുറവാണ്. പുറത്ത് നല്ല മഴ ശക്തമായി തന്നെ പെയ്യുന്നു. കടലിൻ്റെ അടുത്ത് തന്നെ ആയത് കാരണം കാറ്റുമുണ്ട് ധാരാളം. ലോഞ്ചിൽ നിന്ന് നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ വ്യക്തമായി കാണാൻ പറ്റും. ഫ്ലൈറ്റിൽ കയറാനുള്ള അനൗൺസ്മെന്റ് നോക്കി ഞങ്ങൾ ഗേറ്റിങ് കാത്തു നിൽക്കുകയാണ്. ഫ്ലൈറ്റിൽ അനൗൺസ്മെന്റ് വന്നു തുടങ്ങി. ഫ്ലൈറ്റിൽ മലയാളികൾ കുറവാണ്. കൂടുതലും കൊറിയക്കാരും ചൈനക്കാരുമാണ്. ഫ്ലൈറ്റ് റൺവേ കൂടി നീങ്ങി തുടങ്ങി. കുറച്ചു ദൂരം സഞ്ചരിക്കാനുണ്ട്. പറന്നുയർന്ന് കടലിൻ്റെ മുകളിലേക്ക് എത്തി. ഇനി നേരെ മലേഷ്യയിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ മലേഷ്യയിലാണ്. നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിന് 2 മണിക്കൂർ താമസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മലേഷ്യയിലെ ലോഞ്ചിലും കയറി.
ഫുക്കറ്റിലെ ലോഞ്ചിൽ നിന്നും വയറ് നിറച്ച് ഫുഡ് കഴിച്ച കാരണം ഇവിടുത്തെ ലോഞ്ച് കയറിയപ്പോൾ ആർക്കും ഫുഡ് വേണ്ടായിരുന്നു. കൂടാതെ ഫ്ലൈറ്റിൽ നിന്നും ഫുഡ് കിട്ടിയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയൊരു കാഴ്ചകളുമായി അടുത്ത ലക്കം വീഡിയോയിൽ മറ്റൊരു നാട്ടിലേക്ക്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.